വളരെ അധികം വൈകാതെ തന്നെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി മാധ്യമങ്ങളെ കാണുമെന്നൊരു വിവരം കൂടി നൽകുന്നുണ്ട്. നേരത്തെ അജയ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇവർ കൂടുതൽ സംഘർഷത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണാം. അങ്ങനെയെങ്കിൽ ആയത്തുള്ള അലി ഖമനയുടെ മാധ്യമങ്ങളെ കാണുന്ന ആ ഒരു സമയത്ത് ഇറാന്റെ നിലവിലെ സാഹചര്യം എന്താണ്, ഇനി ഏത് രീതിയിൽ പ്രതികരിക്കാനാണ് അവർ മുന്നൊരുക്കം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാനുള്ള സാധ്യതയുണ്ടല്ലേ? ഇതിൽ ഒരു കാര്യം അമേരിക്ക വ്യക്തമായി തന്നെ അമേരിക്കയും ഇസ്രായേൽ സേനയും വളരെ കൃത്യമായി പറയുന്നു. ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് പദ്ധതിയിടുന്നത് എന്ന് പറയുന്നു. അതിനിടയിലാണ് പരമോന്നത നേതാവ് ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രതിരോധ മന്ത്രി അമീർ നാസിർ സദേഹ് കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും പരമോന്നത നേതാവിൻ്റെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അത് തെറ്റാണ് എന്ന തരത്തിൽ അവിടുത്തെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അൽ അലാം TV ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഈ പരമോന്നത നേതാവ് ഖമനേയി ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടും, ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് രാജ്യത്തോട് സംസാരിക്കും എന്ന നിലപാടാണ് TV വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ലോകം ഉറ്റുനോക്കുകയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെയാണ് ഐക്യരാഷ്ട്രസഭ ഇത് വളരെ വിപുലമായി ചർച്ചയ്ക്കെടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ യോഗം ചേരും എന്ന വിവരങ്ങൾ ഇതാ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഈ പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങണം എന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറാസ് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഒരു പ്രസ്താവന കൂടി മുന്നോട്ട് വയ്ക്കുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ ഈ ആക്രമണം അത് സാധാരണക്കാരായ സിവിലിയനുകളെയും ബാധിക്കുന്നു, സാധാരണ ജനങ്ങളെ ബാധിക്കുന്നു, ആ പ്രദേശത്തിൻ്റെ തന്നെ സുസ്ഥിരതയൊക്കെ ബാധിക്കുന്നു. അതുകൊണ്ട് പിൻവാങ്ങണം എന്ന് പറയുന്നു. ആന്റോണിയോ ഗുട്ടറസ് പറയുന്നത് എല്ലാവരും ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ അനുസരിച്ചുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയുള്ള നീക്കം നടത്തണം എന്ന് പറയുന്നു. യാതൊരു തരത്തിലുള്ള അധിനിവേശവും അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം വ്ളാഡിമിർ പുടിൻ ഇത് റഷ്യയുടെ പിന്തുണ കൂടുതലും ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നു. റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ സർജി ലാഗോവും ഈ വിഷയത്തിൽ തങ്ങളുടെ രാജ്യം ഇത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും അമേരിക്കയുടെ ആക്രമണത്തെ അത് ഒരു റെക്ലെസ് ആക്രമണം എന്ന നിലയിലാണ് റഷ്യ നോക്കിക്കാണുന്നത്. മാത്രവുമല്ല ഇത് ഒരു കടന്നുകയറ്റം എന്ന നിലയിൽ, അധിനിവേശം എന്ന നിലയിലാണ് റഷ്യ നോക്കിക്കാണുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ലോകത്തെ പല രാജ്യങ്ങളും രണ്ട് ചേരികളിലായി മാറുന്നു. പക്ഷേ അമേരിക്കയും ഇസ്രായേലും ഒരു കാര്യത്തിൽ ഉറച്ച നിലപാട് എടുക്കുന്നു. ഈ ഭരണമാറ്റമില്ലാതെ ഇറാനിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ വരുന്നു. ഡ്രോൺ അറ്റാക്കുകൾ നടക്കുന്നു. കുവൈറ്റിലേക്കാണ് ഡ്രോൺ അറ്റാക്കുകൾ വന്നിട്ടുള്ളത്. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്ത് ഡ്രോൺ ആക്രമണം വന്നതിൻ്റെ വിവരങ്ങൾ ആണ് ഇപ്പോൾ കിട്ടുന്നത്. അതിൽ ചില ആളുകൾക്ക് പരിക്കേറ്റതിൻ്റെ വിവരങ്ങൾ വരുന്നു. അവിടുത്തെ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ജീവനക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു. നേരിയ തോതിൽ ചിലർക്കൊക്കെ പരിക്കേറ്റു എന്നാണ് പറയുന്നത്. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻ കുവൈറ്റ് ആണ് ഇത് പറയുന്നത്. മെറ്റീരിയൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ഈ യാത്രക്കാർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. അബ്ദുള്ള അൽ റജീഹ് പറയുന്നത് ഇത് ഒരു എമർജൻസി പ്രൊസീജിയർ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അവിടെ പ്രശ്നങ്ങൾ ഇപ്പോൾ തൽക്കാലം പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഡ്രോൺ ആക്രമണങ്ങൾ കുവൈറ്റ് എയർപോർട്ടിനെ ലക്ഷ്യമാക്കി വന്നിരിക്കുന്നു. അൽ ദഹറഫ എയർബേസിനെ ലക്ഷ്യമാക്കി അബുദാബിയിൽ ആക്രമണം നടക്കുന്നു. അൽ ഉദൈദ് എയർബേസിനെ ലക്ഷ്യമാക്കി ദോഹയിൽ ആക്രമണം നടക്കുന്നു. അങ്ങനെ ആക്രമണങ്ങളുടെ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അത് പുറകോട്ടില്ല എന്ന നിലപാട് ഇറാനും എടുക്കുന്നു. ദുബൈയിൽ നേരത്തെ വലിയ ഭീമമായ ശബ്ദം കേട്ടതിൻ്റെ വിവരങ്ങളുണ്ടായിരുന്നു. അവിടെയും ആക്രമണം നടന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് പാം ഐലൻഡിന് സമീപത്തായാണ് ആക്രമണം ഉണ്ടായത്. അവിടെ ഇപ്പോൾ കറുത്ത പുകയും അതുപോലുള്ള തീയും ഒക്കെ പലയിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് എന്ന വിവരങ്ങൾ ആണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി എപ്പോൾ
ആളുകളെ അഭിസംബോധന ചെയ്യും, എപ്പോൾ ടി വിയിൽ പ്രത്യക്ഷപ്പെടും എന്ന് ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ, ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ UK അവരെല്ലാം ഈ വിഷയത്തിൽ ഇപ്പോൾ പരസ്പര ആശയവിനിമയം നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രവുമല്ല, ഇറാനിലെ അവരെല്ലാം എടുക്കുന്ന ഒരു നിലപാട്, ഇറാനിലെ ജനങ്ങൾക്ക് അവരുടെ ഭാവി നിർണ്ണയിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ആ ജനങ്ങളിലേക്ക് ഭരണം കൊടുക്കുക എന്നുള്ള, അപ്പോൾ നിലവിലെ ഭരണത്തെ അംഗീകരിക്കില്ല. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അവസാനമായി ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടുത്തെ നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, മറ്റു ഉപകരണങ്ങൾക്കൊക്കെ സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ്.